ഹായ് ഗൈസ്, കുറച്ച് പച്ചക്കറി മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ചേന മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് ചേന കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാരും പറയാറുണ്ട് ചേന കട്ട് ചെയ്യുമ്പോ കൈ ചൊറിയുന്നു. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ചേന കട്ട് ചെയ്യണം. ഇത്രയും നാളായിട്ട് ഞാൻ ചേന ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ചൊറിയുന്നൊരു പേടി ഓർത്ത് സത്യമായിട്ടും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് അവിയലിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ചേന കട്ട് ചെയ്യുമ്പോ കൈ ചൊറിയാതിരിക്കുക എന്താ ചെയ്യാന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചൊറിയൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നും ഇല്ല. ആ ടൈമിൽ എനിക്ക് അങ്ങനെ ചൊറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും നോക്കാം, അവസാനം ചൊറിയോ ഇല്ലേന്ന് നോക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുവരെ കയ്യിൽ ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വലിയൊരു ചേനയായിരുന്നു, കുറച്ച് അവിയൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതിനേക്ക് ഇടാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ചേന വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചേന കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കുമെന്ന് എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ ചേനയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേവരെ എന്റെ കൈ കാര്യങ്ങളൊന്നും ചൊറിച്ചിലൊന്നും ഇല്ല. എന്തായാലും ഇനി ഇത് അരിഞ്ഞും കൂടി നോക്കാം കേട്ടോ. അപ്പം അവിയലിനായതുകൊണ്ട് ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗം കഴിയും കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് കണ്ടോ, ഇതേപോലെ എടുക്കുവാണ്. അവിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ചൊറിച്ചിൽ തുടങ്ങി. സത്യമായിട്ടും ഞാൻ വിചാരിച്ചു ചൊറിയില്ലാന്ന്. പിന്നെ എനിക്ക് ചൊറിച്ചിലായി കൈ ഫുള്ള്. എന്തിട്ടിട്ടും മാറണില്ല. വെള്ളം ഒഴിച്ച് കുറെ നേരം കൈ കഴുകി, എന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇതിന്റെ ചൊറിച്ചിൽ മാറാൻ എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാവുന്നൊരു കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൊറിയുണ്ടായിരുന്നു. അപ്പൊ ചേന ഇതേവരെ കട്ട് ചെയ്യാത്ത ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തേക്കണേ.